കൂടുതൽ സഞ്ചാരികളെ അയക്കണമെന്ന് ചൈനയോട് ഇപ്പോൾ മാലദ്വീപ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവാണ് ചൈനയോട് സഹായം തേടിയത്. ചൈന സന്ദർശനത്തിനിടയിലായിരുന്നു മൊയ്സുവിന്റെ അഭ്യർത്ഥന. കോവിഡിന് മുമ്പ് ചൈനയിൽ നിന്നായിരുന്നു മാലദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത്. ഈ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള വിനോദയാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു. ചൈനയിലേക്കുള്ള 5 ദിവസത്തെ സന്ദർശനമാണ് നടത്തിയത്. ചൈന മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 2014 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികളെയും മൊയ്സു പ്രശംസിക്കുകയും ചെയ്തു. ദ്വീപിൽ സംയോജിത ടൂറിസം സോൺ വികസിപ്പിക്കുന്നതിനുള്ള $50 ദശലക്ഷം പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ബഹിഷ്കരണ പ്രതിഷേധം തുടരുകയാണ്. ബോളിവുഡ് സെലിബ്രിറ്റികളും ക്രിക്കറ്റ് താരങ്ങളും മാലദ്വീപ് ബഹിഷ്കരണത്തിന് കൂട്ടത്തോടെ ആഹ്വാനം ചെയ്തപ്പോൾ മാലദ്വീപ് ടൂറിസം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മന്ത്രിമാരുടെ മണ്ടത്തരത്തിൽ മാലദ്വീപിനെ വ്യവസായ സമൂഹവും കടുത്ത അമർഷത്തിലാണ്. ഇത് ദ്വീപ് ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ഇതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സും രംഗത്തെത്തി. മാലദ്വീപിന് എതിരായ നിലപാട് സ്വീകരിച്ചാണ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത് വന്നത്. ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളോട് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കും സഞ്ചാരികളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു. മാലദ്വീപിലേക്കുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിക്കാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഏവിയേഷൻ ആൻഡ് ടൂറിസം കമ്മിറ്റി മേധാവിയായ സുഭാഷ് ഗോയൽ വ്യോമയാന കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാലദ്വീപിന്റെ ടൂറിസത്തിലെ പ്രധാന ഉപയോക്താക്കൾ ഇന്ത്യക്കാരാണെന്നുള്ള കാര്യം അവർ മറന്നെന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ പിരിമുറുക്കം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് പേരെടുത്തു പറയാതെ തന്നെ പ്രസിഡന്റ് മൊയ്സു സൂചന നൽകിയിരുന്നു. മൊയ്സുവിന്റെ പാർട്ടിയും ചൈനയുമായി നല്ല ബന്ധമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാലദ്വീപിൽ ചൈനയുടെ സ്വാധീനം ദൃശ്യമാകാൻ തുടങ്ങിയിരുന്നു. ചൈന ഇവിടെ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെയുള്ള 10 ദ്വീപുകൾ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. അവിടെ കപ്പലുകൾ നിർത്തി വലിയ തോതിൽ സൈനിക പ്രവർത്തനങ്ങളും ചൈന നടത്തുന്നുണ്ട്. മാത്രമല്ല, ചൈനയുടെ ഭാഗത്തു നിന്ന് മാലദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചും ചർച്ചയുണ്ടായിട്ടുണ്ട്. ചൈന അനുകൂല വികാരങ്ങൾക്ക് പേരുകേട്ട നിലവിലെ സർക്കാർ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും. ചൈന മാലദ്വീപിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. കടക്കണിയിൽ കുടുങ്ങി ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകാൻ ആരംഭിച്ച സമയത്ത് ശ്രീലങ്കയും നേപ്പാളിലും കണ്ടതും ഇത്തരത്തിലൊരു സാഹചര്യമായിരുന്നു.